ഇന്നലെ രാത്രി ശരിക്കും കിടന്നൊന്നും ഉറങ്ങാൻ കഴിയില്ല. രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യാം മൈരന്മാര്. ഓ, എന്തൊരു ശല്യം അറിയത്. അതല്ലേ, നേരം വെളുത്താലും സമാധാനം തരില്ല പറഞ്ഞ. ഹലോ ഹലോ അസ്സലാമലൈക്കും. അസ്സലായി, ഞാൻ വലക്കും പറയൂ. ആരിഫ് അണ്ണന്റെ ഒരു കോമഡി ചിരിച്ചു കേട്ട, ഞാൻ ചിരിച്ചു വരവെച്ചാളാ. എൻ്റെ ചിറിയെ വരവെച്ചാളാ. അല്ലെങ്കിൽ ഈ വിളിച്ച അവൻ എത്ര വലിയ പോങ്ങനാണ്. ഇവിടെ ആരിഫ് അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിങ്ക മതക്കാരനാ. ഡിങ്കനാണ് ആരിഫ് അണ്ണന്റെ ദൈവം. അപ്പൊ പിന്നെ നീ എന്താ പറയേണ്ടത്? ജയ് ഡിങ്കൻ, ജയ് ജയ് ഡിങ്കൻ, ഡിങ്കൻ ഡിങ്കൻ. ആരിഫ് ഹുസൈൻ അല്ലേ? അതെ. ആ. എന്ത് പാട്? ആരാണ്? ആരാണ് ആരാണ് അണ്ണൻ അറിയേയില്ല. ഈ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയത് തന്നെ അണ്ണനാ. നീ ഇങ്ങനെ വിളിക്കണ പോലെ വിളിക്ക്. ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയും. നീ ഒരു പൊട്ടനെ പോലെ അഭിനയിക്ക്. ഓ, അഭിനയം ഓസ്കോർ കിട്ടേണ്ട അഭിനയമാണ് അണ്ണന്. എടാ സംഖ്യകളെ വല്ല ചാണക അവാർഡ് ഉണ്ടെങ്കിൽ ഈ ചങ്ങാതിക്ക് കൊടുക്കുക. അമ്മാതിരി അഭിനയ. ആരാണ്? ഞാന് ഇതേപോലെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് വിളിക്കാറ്. ആ ശരി, നിങ്ങൾക്ക് നേരം കാലമൊന്നുമില്ലേ? 13:00-ക്കൊക്കെയാണ് വിളിക്കല്. ഈ തിരക്കഥയിൽ അണ്ണൻ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന രാത്രി നീ വിളിക്കുന്ന പോലെ വിളിക്കുക, ഒരു പൊട്ടനെ പോലെ അഭിനയിക്കുക. അപ്പോൾ സംഖ്യകൾക്ക് അത് കാണുമ്പോൾ ചോദിക്കും, ഈ മുസ്ലിങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് ധരിച്ചോളും, രാത്രിക്ക് വിളിച്ച് എന്നെ ശല്യം ചെയ്യുകയാണെന്ന് വിചാരിച്ചോളും എന്നുള്ള ഒരു സ്ക്രിപ്റ്റ് വർക്കാണ് നമ്മുടെ നടത്തിയിരിക്കുന്നത്. കേരള സ്റ്റോറി പോലെ തന്നെ അണ്ണൻ വേറൊരു സ്റ്റോറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എടാ എങ്ങനെ നേരം കാലമൊന്നും ഇല്ലെന്ന് സമയത്രേ. അങ്ങനെ? ഓ, സമയോ? അന്തസ്സുണ്ടോന്ന് ഞാൻ ചോദിക്കട്ടെ. ഫ്രീ ആവുന്നത്. അപ്പൊ ബാക്കിയുള്ള ആളുകളുടെ അവസരം കൂടി നോക്കണ്ടേ? വിശ്വാസിയാണോ? ഫ്രീ ആണോ? വിശ്വാസിയാണോ? ഓ, വിശ്വാസിയാണ്. ആണ്, വെറുതെ അല്ല. എന്നാ പറ. അല്ല, ഒരു ലോക പൊട്ടൻ മറ്റുള്ള സംഘി പൊട്ടന്മാരെ എല്ലാം പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മൈരൻ. എന്നിട്ട് ഇസ്ലാം വിശ്വാസികളെല്ലാം പൊട്ടന്മാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഇവൻ്റെ മറ്റവിടുത്തെ സ്ക്രിപ്റ്റ് വർക്കാണ് ഇപ്പോൾ ഇത്. നിന്റെ അഭിനയം ഫ്രീ ആണോ? കുഴപ്പമില്ല, നിങ്ങളുടെ ധാർമ്മികത ഞാൻ ഇത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ വിളിച്ചത്? ഓ, ധാർമ്മികത്തിന് അങ്ങനെ നിലനിർത്തണ ഒരു അണ്ണൻ. നിന്റെ ധാർമ്മികത്തെ കുറിച്ച് നീ പറയാതിരിക്കണതാണ് മൈര നല്ലത്. ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ അറിയാം നിന്റെ ധാർമ്മികം. ധാർമ്മികത അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നും വേണ്ട. അല്ല, പറഞ്ഞു. എന്റെ ഉറക്കം പോയി, ഇനി ബാക്കി പറഞ്ഞോ. ഓ, പോയ. ഓക്കെ, എന്താ എനിക്ക് ചോദിക്കാനുണ്ടായെന്ന് വെച്ചാല്, നിങ്ങള് ഒരു എത്ര വയസ്സ് മുതലാണ് നിങ്ങൾ ഈ ഇസ്ലാം വിട്ടുപോയത്, അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയി വയസ്സ് മുതലാണെന്നോ? അയ്യേ ആരിഫേ, തിരക്കഥ പോരാ കേട്ടാ, തിരക്കഥ പോരാ. നീ എത്ര വയസ്സ് മുതലാണ് മുസ്ലിം ആയതോ അല്ലെങ്കിൽ മുസ്ലിം വിട്ടുപോയതോ ആ മയിര് ഇവിടെ അറിഞ്ഞിട്ട് എന്ത് നേടാനാ? ഈ വിളിച്ചവനേത്? അവൻ പൊട്ടനാണല്ലോ, അവൻ പൊട്ടനെ പോലെ അഭിനയിക്കണല്ലോ. പോരാ, സ്റ്റോറി പോരാ. എനിക്കിപ്പോ ഏകദേശം എത്ര വയസ്സായി കാണും? അതിപ്പോ എനിക്ക് ഇതുവരെ നിങ്ങൾ വ്യക്താക്കിയിട്ടില്ലല്ലോ. വ്യക്താക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് എത്ര തോന്നുന്നുണ്ട്? രാത്രി 12 മണിക്ക് ഒരു മൈരം ഫോൺ ചെയ്യുന്നു. ഇവൻ ഫോൺ എടുക്കുന്നു. എന്നിട്ട് ഇവൻ ആ വിളിച്ച ആളോട് വയസ്സ് എത്രയാണെന്ന് ചോദിക്കുന്നു. എന്ത് നാടകമാണ് നിങ്ങൾ അഭിനയിക്കുന്നത്? പോരാ മൈരുകളെ, നിങ്ങളുടെ അഭിനയം, നിങ്ങളുടെ സ്ക്രിപ്റ്റ് വർക്ക് തന്നെ പോരാ. പിന്നെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചതെങ്കിൽ ആരിഫ് അണ്ണനെ കണ്ടു കഴിഞ്ഞാൽ 18 തികഞ്ഞിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കണ്ടിട്ട് ആളെ വയസ്സ് എന്താ പറയാ പറയാനുള്ളൊരു എനിക്കില്ല. അതിപ്പോ നിങ്ങൾ പറയുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. അതിന് മാത്രം പ്രായമായിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, അതിന് മാത്രം പ്രായമായിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ 18 തികഞ്ഞിട്ടുണ്ടോന്ന് ഡൗട്ടില്ല. എത്ര വയസ്സുണ്ട്? അതെ. ഇയാൾക്ക് എത്ര വയസ്സുണ്ട്? മുസമ്മിൽ എന്നല്ലേ പേര് പറഞ്ഞേ? അതെ, മുസമ്മിലാണ്. എവിടുന്ന? സ്ഥലം എവിടെയാ? ഞാൻ മലപ്പുറം. മലപ്പുറത്ത് എവിടെ? മലപ്പുറം കോട്ടക്കൽ. അണ്ണൻ്റെ ഈ സ്റ്റോറിയിൽ മലപ്പുറമാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ മലപ്പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്. എന്നല്ല സംഖ്യകൾക്ക് ഒന്നും കൂടി സുയിക്കുള്ളൂ. സംഖ്യകൾക്ക് സുയിക്കാനായിട്ട് ഉണ്ടാക്കുന്ന വേറൊരു കേരള സ്റ്റോറിയാണ് അണ്ണൻ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാശ് കൊടുത്ത് ഒരു മൈരനെ കൊണ്ട് വിളിപ്പിക്കുക. ഈ മൈരൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവനെ ഈ വീഡിയോ തന്നെ ഉണ്ടാവുള്ളൂ, ഈ കോൾ ചെയ്ത വീഡിയോ തന്നെ ഉണ്ടാവുള്ളൂ. ഇതാണ് അവൻ്റെ ട്രെൻഡ്, ഇതാണ് പിന്നെ ഇപ്പോൾ റീച്ച് ആകുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട്
പൈസ കൊടുത്ത് വിളിപ്പിക്കുന്ന ആൾക്കാരെ വിളിപ്പിച്ചിട്ട് അവൻ്റെ ഒരു അടുപ്പിൻ്റെ ഉള്ളിലെ മയിലിൽ അവൻ്റെ അമ്മയുടെ കെട്ടിക്കാനുള്ള അഭിനയവും പറ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മയിലെ. കോട്ടക്കൽ ചെങ്കോട്ടി. ആ അതെ അതെ. ചെങ്കോട്ടിയല്ല, കോട്ടക്കല്. കോട്ടക്കൽ തന്നെയാണ്. അവിടെ അവിടെ. ആ ശരി ശരി. എന്നിട്ട് എന്താ വിളിച്ച സംശയം എന്താണ്? എന്റെ വയസ്സാണോ അറിയേണ്ടത്? ആടാ ഊളെ, നിന്റെ വയസ്സാണ് അറിയേണ്ടത്. നിനക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് കെട്ടിച്ചേരാണ്ട് വിളിച്ചതാ. ഇവന്റെ അമ്മയുടെ ഒരു നാടകം. അല്ല അല്ല, ഞാൻ അതിലേക്ക് കടക്കാണ്. ഒരു വയസ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം നബിക്കും നുബുവത്ത് കിട്ടിയതും ഞാൻ എക്സ് മുസ്ലിം ആയത് ഏതാണ്ട് ഒരേ വയസ്സിലാണ്. എടാ മുത് കിളവാ, നിനക്ക് 40 വയസ്സായി എന്ന് പറയാനാണോടാ ഈ ചുറ്റി വളയ്ക്കണത് മൈരേ? നീ മുത് കിളവനാണെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ. എനിക്ക് 40 വയസ്സായി മുത് കിളവനാണ് ഞാനെന്ന് പറഞ്ഞോടാ ഊളെ. അങ്ങനെ പറഞ്ഞാൽ സംഖ്യയിലേക്ക് സൂചിക്കില്ലല്ലോ. അവിടെ നബിയെ കൂടി ആഡ് ചെയ്യണമല്ലോ ഈ സ്ക്രിപ്റ്റ് വർക്കിൽ. പരട്ടെ. എങ്ങനെ? നബിക്ക് നുബുവത്ത് കിട്ടിയതും ആ ഞാൻ എക്സ് മുസ്ലിം ആയത് ഏതാണ്ട് ഒരേ വയസ്സിലാണ്. ഓ ഓക്കെ. ഇനി എന്താണ് സംശയം? എനിക്കൊരു സംശയമുണ്ട്. ഈ സംഖ്യകളെ മൂഞ്ചിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നി തുടങ്ങിയത് എത്ര വയസ്സ് മുതലാ? എൻ്റെ ഒരു സംശയം പറടാ, എത്ര വയസ്സ് മുതലാ? ഇസ്ലാം എന്ന മതത്തെ ഞാൻ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഇസ്ലാമിനെ മാത്രമേ ബഹുമാനിക്കാറുള്ളൂ. ഇസ്ലാമിനെ എന്നല്ല, മറ്റു മതങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എന്ന് വെച്ച് മറ്റു മതങ്ങൾ എന്താണ്, അത് അവരുടേതായ മതങ്ങൾ അവരുടേതായ രീതിയിൽ അവരെ ബഹുമാനിക്കുന്നുണ്ട്. മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ ഇയാള്? ഹലോ, മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ? കേക്കാവോ? കേൾക്കുന്നുണ്ട്. മറ്റു മതങ്ങളെ കേൾക്കുന്നു, ശരിക്കും കേൾക്കുന്നില്ലേ? മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ മറ്റു മതങ്ങളെ അവരുടേതായ രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. അവര് ബഹുമാനിച്ചോ? ഇയാൾ ബഹുമാനിക്കണ്ടോ? അത് തന്നെടാ ഊള എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നീ ജനിച്ചു വളർന്ന മതമായിരുന്നല്ലോ ഇസ്ലാം മതം. ആ മതത്തെ നീ ബഹുമാനിക്കാറുണ്ടോ? ഉണ്ടോ? എടാ കേവലം സംഖ്യകളുടെ കയ്യടി കിട്ടാനും പണത്തിനും വേണ്ടി 24 മണിക്കൂർ ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ് പുച്ഛിച്ച് ടാറടിച്ച് കാണിക്കുന്ന നീയാണോടോ മറ്റുള്ള മതത്തിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് മൈരെ? എന്താണ് ഈ ബഹുമാനവും ആദരവും തമ്മിൽ എന്താ വ്യത്യാസം? ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം എന്ന് പറയുമ്പോ എന്താ വ്യത്യാസം? ഓക്കെ. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാലും ആദരിക്കണം എന്ന് പറഞ്ഞതിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മറ്റേ ഈ ഒരു ബഹുമാനം എന്ന് പറയുമ്പോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കണ എന്നോട് ചോദിക്കുകയാണ്. അല്ല, സ്വാഭാവികമാണ്. അതായത് ആരിഫിന് അത് അറിയില്ല. കാരണം ജനിച്ച മതത്തെ തന്നെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന അവന് ബഹുമാനവും ആദരവ് എന്താണെന്ന് അറിയില്ല. സ്വാഭാവികമാണത്. അപ്പോൾ ആരിഫെ, നിനക്ക് ബഹുമാനം എന്താണ്, ആദരവ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നെ കൊണ്ട് അറിയുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് ആദരവിനെ കുറിച്ച് രാത്രി പറഞ്ഞുതരാം, ഇരുട്ടായിക്കോട്ടെ. ബഹുമാനത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നീ ഇപ്പോൾ മുസ്ലിമായി ജനിച്ചു, ഇസ്ലാം മതം വേണ്ട പറഞ്ഞ് പോയവൻ അങ്ങനെ പോകണം. പോയിട്ട് അവിടെ നിന്നുകൊണ്ട് ആ മതത്തെ നോക്കി കളിയാക്കിയും ആക്ഷേപിക്കുകയും കുത്തിപ്പറയും ടാറടിച്ച് കാണിക്കുന്ന പരിപാടിയാണ് ആ മതത്തോട് നീ കാണിക്കുന്ന ബഹുമാനമില്ലായ്മ. ബഹുമാനം എന്താണെന്ന് അറിയാത്ത നിന്നോട് ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലാന്ന് എനിക്കറിയാം. പോയവൻ മൂടിക്കൊണ്ട് പോകണം, പോയ പണിയെടുക്കണം. അല്ലാതെ ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ് ജീവിച്ച് അതിൽ കിട്ടുന്ന തിന്ന് ജീവിക്കുന്ന നീ ആ മതത്തോട് കാണിക്കുന്ന ഊമ്പിത്തരം എന്ന് പറയും. മനസ്സിലായപ്പോൾ എനിക്ക്? നിങ്ങൾ ഈ വെള്ളിയാഴ്ച മറ്റേ ജുമാ കഴിയുമ്പോ ഒരു പ്രാർത്ഥന ഉണ്ടാവും, ഒരു ശാപ പ്രാർത്ഥന. അതിന് ആമീൻ പറയാറുണ്ടോ? ശാപ പ്രാർത്ഥന എനിക്ക് അങ്ങോട്ട് ഓടിയില്ല. എന്താണ് ആ ശാപ പ്രാർത്ഥന? നിങ്ങൾ സുന്നിയാണോ മുജാഹിദാണോ? സുന്നിയാണ്. ഞാനൊരു പ്രാർത്ഥന കേൾപ്പിച്ചുതരാം. ليركنوا الإسلام اللهم أعز الإسلام والمسلمين وأذل الكفرة والمشركين اللهم دمر أعداء الدين وأهلك الزنادقة والملحدين. കേട്ടോ? കേട്ടു. ഇത് ആമീൻ പിടിക്കാറുണ്ടോ? ആമീൻ പറയാറുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ അർത്ഥമെന്നോ? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളോടാ ഞാൻ ചോദിക്കണം. നിങ്ങൾക്ക് അറിയുമെന്നാ ഞാൻ ചോദിക്കണേ. ഓക്കെ, എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മറ്റു മതങ്ങളെ ബഹുമാനിക്കാറുണ്ടെന്ന് പറഞ്ഞത്? ഇതിന്റെ അർത്ഥത്തിൽ എന്താണെന്നറിയോ? എന്താന്നാ പറ? ബഹുദൈവ ആരാധകരെയും അതുപോലെ കാഫിറുകളെയൊക്കെ നാണം കെടുത്തണേ, അവരെ പരാജിതരാക്കണേന്നാണ് ഈ പ്രാർത്ഥിച്ചത്. അതുപോലെ ഏത്തീസ്റ്റുകളെയും അതുപോലെ മതം ഉപേക്ഷിച്ച ആളുകളെയൊക്കെ നശിപ്പിക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ പൊന്നു ആരിഫേ, മൈരെ, ഇതിനും നല്ലത് നിനക്ക് ചത്തവൻ്റെ അണ്ടി ഊമ്പി ജീവിച്ചുള്ള മൈരെ. അതല്ല ഇതിനെക്കാട്ടി സൂപ്പർ ബെസ്റ്റ് ഊള. നീ നിൻ്റെ ഇഷ്ടത്തിന് സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടി
നീ ഓരോരോ അർത്ഥങ്ങൾ കണ്ടുപിടിക്കണ ഊള പര നാറി. ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പാവികളുടെ ഇരിപ്പിടങ്ങളിൽ എന്നെ ഇരുത്തരുത്, ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. കടക്കാരനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ കടക്കാരും ഞങ്ങളോടും ക്ഷമിക്കണേ എന്നൊക്കെ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോടാ. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താടാ? പാവികളെന്ന് ഉദ്ദേശിച്ച് നിന്നെപ്പോലുള്ള ഊളകളെ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ആണോടാ? അതേപോലെ തന്നെ ഹിന്ദുക്കളും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോടാ, ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, ശത്രുദോഷം മാറ്റണേ. അപ്പോൾ ഈ ശത്രു എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ് മൈരെ? ഇതിൻ്റെയൊക്കെ അർത്ഥം നീ പറ, എന്നിട്ട് നീ ഇതിൻ്റെ മറ്റേ അർത്ഥം പറ. വേണ്ട പരനാറി, നീ സംഖ്യകൾക്ക് വേണ്ടി മാമാപ്പണി എടുക്കണ മൈരെ. നിന്നെ കുടിച്ച പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഊളെ. അത്ര വലിയ കാഫറാണ് നീ. പ്രാർത്ഥനയിൽ ആമയം പറ. അപ്പോൾ ക്രിസ്ത്യാനികൾ ആമയം പറയുന്നുണ്ടല്ലോ, അതിൽ പ്രാർത്ഥിച്ച ശേഷം ആമയം പറയുന്നത്, അതിൻ്റെ അർത്ഥം നീ ആദ്യം കണ്ടുപിടിക്കണം മൈരെ. നിനക്കെന്താ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയും മറ്റേലും മാത്രം ഇത്ര വലിയ കോഷ്ടികാരം കാണിക്കണം പരനാറി? കണ്ടവനെ ഊഹിച്ച് ജീവിക്കണം മൈരെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഞാനിപ്പോ ഇന്ന് ജനിച്ചു വീണ മുസ്ലിമാണ് എന്ന് വെച്ചാൽ പോലും എനിക്ക് ഇതിനകത്ത് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാം. അതില് പാരമ്പര്യത്തിന്റെ കാര്യമൊന്നുമല്ല. ഇസ്ലാം മതത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നീ ഇസ്ലാം മതത്തിലെ പണ്ഡിതനാണോ മൈരെ? നീ ഇസ്ലാം മതത്തിന് വിറ്റ് ജീവിക്കണ മൈരനല്ല, കുറ്റം പറഞ്ഞ് ജീവിക്കണ മൈരനല്ല. നീ ആരുടെ ഇസ്ലാം മതത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ? നിനക്ക് നിന്റെ തെറ്റെന്നെ അറിയാത്ത മൈര, നീ ഇസ്ലാം മതത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ മാത്രം വളർന്നോ നീ? ആയടോ പരനാറി. അതുകൊണ്ട് വെറുതെ ഈ പ്രായം ചോദിക്കുന്ന പരിപാടിക്ക് കൈവച്ചാൽ മതി. ഓ അണ്ണനപ്പൊ പ്രായം ചോദിച്ചതിന്റെ സങ്കടമാണ് അല്ലേ? പ്രായം ചോദിച്ചത് പറ്റാത്തത് കൊണ്ടാണ് അണ്ണൻ ഇസ്ലാമിനെ അണ്ണൻ ടാറടിച്ച് പുളുത്തിക്കുന്നത്. അന്ന് അണ്ണനൊന്ന് വിചാരിച്ചോ, നീ അതേപോലെ പുളുത്തിയത് കൊണ്ടാണ് ഞാൻ നിനക്കിട്ട് പുളുത്തിയതും. പുളുത്തൽ പ്ലസ് പുളുത്തൽ പോരെ. നീ ഇങ്ങോട്ട് പുളുത്തുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ അങ്ങോട്ടും പുളുത്തും. നീ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നിനക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം മതത്തെ ടാറടിച്ച് കാണിച്ച് പുളുത്തുമ്പോൾ നമ്മൾ വലിയ ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത ആളായാലും പുളുത്തുന്നത് പുളുത്തും, അതൊരു പുളുത്തലായിരിക്കും കേട്ടാ. ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ശരിയായ വ്യക്തമായ തെളിവ് എനിക്ക് തരുകയാണെങ്കിൽ ഓക്കെ. ഇപ്പൊ നിങ്ങളൊരു കാര്യം പറയാണ്, ഇപ്പൊ അവിടെ ഒരു പീഡനം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പീഡനം നടന്നത് പോലും കോടതിയിൽ പോയിട്ട് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടാൾ സാക്ഷിയാണ്. ഉറങ്ങി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാ? ഹലോ ഹലോ കഴിഞ്ഞോ? മെഴുകൽ കഴിഞ്ഞോ? എന്നാ ശരി, മോൻ വെച്ചിട്ട് പോയി ഉസ്താദിനോട് പോയി ചോദിക്കേ അതിന്റെ അർത്ഥം എന്താന്നൊക്കെ. അല്ല ഇനി ഇതിന്റെ ഞാൻ ചോദിച്ചതിന്റെ സൗകര്യമില്ല കുട്ടി, സൗകര്യമില്ല, പറഞ്ഞുതരാൻ സൗകര്യമില്ല. പോയി അന്വേഷിച്ച് പഠിക്കാം. അത് തന്നെയാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മതം പഠിപ്പിച്ചല്ല എന്റെ പരിപാടി. അതൊക്കെ നിങ്ങൾ മദ്രസയിൽ പോയിട്ട് വലിയ ഉസ്താദിന്റെ അടുത്ത് പോയി പഠിപ്പിക്കുക. ആ വെളിച്ചെണ്ണ കുപ്പി താഴെ വെച്ചിട്ട് ഉസ്താദെ ഇതൊന്ന് പറഞ്ഞ എന്ന് ചോദിക്കുക. അതിന്റെ അർത്ഥം അത് തന്നെയാണ്. പോയി അന്വേഷിച്ചു. നീ ആരുടെ വേ? നീ ആരാ? മുസ്ലിങ്ങളുടെ അമീറോ? നിന്നെ വിളിച്ച് സംശയം ചോദിക്കാൻ? എനിക്ക് തോന്നുന്നില്ല നിന്നെ വിളിച്ചിട്ട് ഒരു മുസ്ലിം സംശയം ചോദിക്കുന്നത്. ഇത് നീ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ അല്ലേ മൈരെ, സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോക്ക് നല്ല റീച്ച് ഉള്ളതുകൊണ്ട് നിൻ്റെ ഇപ്പോഴത്തെ ഒരു മെയിൻ കണ്ടന്റ് പരിപാടിയല്ലേ ഇത്? മരപ്പാഴ ഉത്തരം വിട്ടുമ്പോൾ കൊഞ്ഞണം കാണിക്കും. വെളിച്ചെണ്ണ ഉസ്താദിനോട് പോയി ചോദിക്കുന്നത്. ഇതൊക്കെ നീ സംഖ്യകളെ സൂചിപ്പിക്കാൻ പറയലോ പരട്ട. അല്ല വിചാരം കണ്ട ഇവൻ വലിയ അമീറാണ്, എല്ലാം അറിഞ്ഞ് തികഞ്ഞവനാണ്, ഇസ്ലാമിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് പുളുത്തനാണ്. ഇസ്ലാമിൻ്റെ ഖുറാനെ മൊത്തം വളച്ചൊടിച്ചിട്ട് അവൻ സംഖ്യകളെ സൂചിപ്പിക്കാൻ പറയണ പരട്ട നാറി. ഇതിനെക്കാട്ടി നല്ലത് പോയി ചത്തവൻ്റെ